കേരളത്തിലെ UDF നേടിയ വിജയം UDFന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം, അതിൽ കോൺഗ്രസിന്റേതായ പങ്കുണ്ട്, ലീഗിന്റേതായ പങ്കുണ്ട്, കേരള കോൺഗ്രസിന്റെ പങ്കുണ്ട്, RSPയുടെ പങ്കുണ്ട്, CMPയും JSUം മറ്റെല്ലാ കക്ഷികൾക്കും അതിന്റെ പങ്കുണ്ട്. അത് കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ വിജയമാണ്. മാത്രമല്ല സർക്കാർ വിരുദ്ധമായിട്ടുള്ള ചിന്ത ജനങ്ങളിൽ എത്രമാത്രം രൂഢമൂലമായിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണം കൂടിയാണ്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന സമീപനത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങളുടെ മനസ്സ് കൃത്യമാണിപ്പോ. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിലല്ല കാര്യം, ജനങ്ങൾ ആ മനസ്സുമായിട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളതിലെ കാര്യം. ജനമനസ്സ് വളരെ ക്ലിയറാണ്. അവര് ഇപ്പൊ കൃത്യമായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. മൂന്നാമത് സർക്കാർ എന്ന് പറയാൻ തന്നെ ഇപ്പൊ അവർ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവരിതൊക്കെ പറയും. ഇപ്പോഴും പാർട്ടി സെക്രട്ടറി പറയുന്ന ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഭരണത്തിന്റെ മേന്മ കൊണ്ടാണ് UDFന് 70% സീറ്റ് കിട്ടിയതാണല്ലോ അവരുടെ വിലയിരുത്തൽ. അതവരെങ്ങനെയെങ്കിലും വിലയിരുത്തിക്കോട്ടെ. പക്ഷേ ഇവിടെ നോക്കിക്കോ, ഏപ്രിൽ മാസം UDF ഗവൺമെന്റ് നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും.